കാസർഗോഡ് ഹോസ്ദുർഗ് കോടതി പരിസരത്ത് വലിയ സന്നാഹമാണ്. ജിമ്മി ജെയിംസ് തുടരുന്നുണ്ട് നമുക്കൊപ്പം. ജിമ്മി ജെയിംസ്, കാസർഗോഡ് അതിർത്തിയാണ്, സുള്ളിയ ഭാഗത്താണ് ഒടുവിലായി നമ്മൾ രാഹുൽ മാങ്കൂട്ടത്തിലിനെ ട്രേസ് ചെയ്തതായുള്ള വിവരങ്ങൾ വരുന്നത്. ഹരിമോഹൻ, റോഷിപാൽ എന്നിവർ കൂടി നമുക്കൊപ്പം ഉണ്ട്. റോഷിപാൽ, അറസ്റ്റോ അതോ കീഴടങ്ങലോ? സാഹചര്യം കണ്ടിട്ട് എങ്ങനെ അനുമാനിക്കാം? സുജിയ, അറസ്റ്റായാലും കീഴടങ്ങലായാലും പോലീസിന്റെ പിടിയിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഉണ്ടെന്ന സൂചന തന്നെയാണ്. അല്ലാതെ ഈ സന്ധ്യാസമയത്ത് കോടതി പ്രവൃത്തി സമയം പൂർത്തിയായതിനു ശേഷം ഇങ്ങനെ ഒരു പോലീസ് സന്നാഹം ഹോസ്ദുർഗ് കോടതി പരിസരത്ത് ഉണ്ടാകേണ്ടതില്ല. രാഹുൽ മാങ്കൂട്ടത്തിനെ കസ്റ്റഡിയിലെടുത്ത ഇവിടേക്ക് കൊണ്ടുവരുന്നതാണോ എന്ന ഒരു സംശയം ജനിപ്പിക്കുന്ന രീതിയിലുള്ള നീക്കങ്ങളാണ് പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. പക്ഷേ പോലീസ് ഉന്നത ഉദ്യോഗസ്ഥന്മാർ ഈ കാര്യം സ്ഥിരീകരിക്കുന്നില്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ കസ്റ്റഡിയിലാണെന്നോ അറസ്റ്റിലാണോ എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തമായ മറുപടി ലഭിക്കുന്നില്ല. ഒരുപക്ഷെ സുരക്ഷാ ഭീഷണിയുള്ള സാഹചര്യത്തിലാകാം അവർ അങ്ങനെ കസ്റ്റഡിയിൽ എടുത്താൽ പോലും വിവരങ്ങൾ പുറത്തു പറയാനുള്ള സാഹചര്യം ഉണ്ടാവില്ല. രഹസ്യമായി തന്നെയായിരിക്കും രാഹുൽ മാങ്കൂട്ടത്തിലിനെ അതിവേഗത്തിൽ കോടതിയിലേക്ക് എത്തിക്കുക. പോലീസിന്റെ വലയിലാണോ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന സംശയമുണ്ട്. പക്ഷേ അതൊന്നും പോലീസ് ആസ്ഥാനത്തോ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാരോ ഇപ്പോഴും സ്ഥിരീകരിക്കുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനം. കാരണം ഈ കർണാടക കേരള അതിർത്തിയിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ നീങ്ങിയതിന്റെ കൃത്യമായ സൂചന പോലീസിന് ലഭിച്ചിരുന്നു. പ്രത്യേക അന്വേഷണ സംഘത്തിന് അത്തരം വിവരങ്ങൾ ഉണ്ടായിരുന്നു. ഇന്നലെ തിരുവനന്തപുരത്ത് നിന്നടക്കം വലിയ സംഘം പോലീസ് ഉദ്യോഗസ്ഥന്മാർ കർണാടകയിലേക്ക് പോയിരുന്നു. വല വിരിച്ചിരുന്നു രാഹുൽ മാങ്കൂട്ടത്തെ ഇന്ന് പിടിക്കാൻ. എങ്ങനെയും ജാമ്യാപേക്ഷ തള്ളിക്കഴിഞ്ഞാൽ തൊട്ടു പിന്നാലെ രാഹുൽ മാങ്കൂട്ടത്തിനെ വലയിലാക്കാൻ തന്നെയായിരുന്നു ആ നീക്കം. ആ നീക്കത്തിനൊടുവിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പോലീസിന്റെ വലയിലായോ എന്ന സംശയമാണ്. ഏതായാലും അല്പസമയത്തിനകം അതിൽ വ്യക്തത വരും. രാഹുൽ മാങ്കൂട്ടത്തിൽ എവിടെ നിന്ന് പിടിക്കപ്പെട്ടു എന്നതിലടക്കം വ്യക്തത വരണം. ഏതായാലും പോലീസ് ഔദ്യോഗികമായി ഇപ്പോഴും അത് സ്ഥിരീകരിക്കുന്നില്ല. പക്ഷേ അത് സ്ഥിരീകരിക്കാനുള്ള സാധ്യതയുമില്ല. കാരണം സുരക്ഷാ ഭീഷണി, പ്രതിഷേധമടക്കം കണക്കിലെടുത്തുകൊണ്ടാകാം ഒരുപക്ഷെ ആ തരത്തിൽ ഈ കാര്യത്തിൽ ഒരു വ്യക്തത വരുത്താത്തത്. ഈ തരത്തിൽ പോലീസ് എന്തിനാണ് കോടതി പരിസരത്ത് ഇങ്ങനെ തമ്പടിച്ചു നിൽക്കുന്നത് എന്നതാണ് സംശയം ജനിപ്പിക്കുന്നത്. ഈ കോടതി സമയം കഴിഞ്ഞിട്ടാണ്, പ്രവൃത്തി സമയം കഴിഞ്ഞതിന് ശേഷം കോടതി പരിസരത്ത് പോലീസ് ഉണ്ടാകണമെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ ആ കോടതിയിലേക്ക് ഹാജരാക്കുന്നതാണോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പോലീസ് കസ്റ്റഡിയുള്ള രാഹുൽ മാങ്കൂട്ടത്തിനുമായി ഹോസ്ദുർഗ് കോടതിയിലേക്ക് SIT സംഘം എത്തുമോ എന്നതാണ് ഏറ്റവും പ്രധാനം. അതിനപ്പുറത്തേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു കാര്യം കൂടി റോഷിപാൽ, സമയം കഴിഞ്ഞും കോടതി തുടരുകയാണ്. കോടതിയിൽ എത്തിക്കാനുള്ള സാധ്യത, SITയുടെ വലയിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നുള്ള സാധ്യത നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്. മുൻകൂർ ജാമ്യ ഹർജിയുമായി ഹൈക്കോടതിയിലേക്ക് പോകാൻ ഒരുങ്ങുന്നു എന്നും കേട്ടിരുന്നല്ലോ. ആ നീക്കം ഉപേക്ഷിച്ചോ അപ്പോൾ? സുജയ, മുൻകൂർ ജാമ്യാപേക്ഷയുമായി ഹൈക്കോടതിയെ സമീപിക്കാനുള്ള നീക്കമുണ്ട്. അതിനപ്പുറത്തേക്ക് രാഹുൽ മാങ്കൂട്ടത്തിന് കീഴടങ്ങാനുള്ള നിർദ്ദേശം പാർട്ടിയുടെ ചില പ്രധാന കേന്ദ്രങ്ങളിൽ നിന്ന് ലഭിച്ചോ എന്ന ഒരു സംശയമുണ്ട്. കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ ഇനിയും കീഴടങ്ങുന്നത് വൈകിക്കഴിഞ്ഞാൽ ചർച്ചകൾ രാഹുൽ മാങ്കൂട്ടത്തിനെ ചുറ്റിപ്പറ്റിയാകും മുന്നോട്ട് പോവുക. കോൺഗ്രസിന് അത് വലിയ പ്രതിരോധമാകും. കോൺഗ്രസിന്റെ രാഷ്ട്രീയ അജണ്ട സംസ്ഥാനത്ത് പ്രത്യേകിച്ച് ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാക്കണമെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉടൻ പോലീസിന്റെ പിടിയിലാകണം. അതുകൊണ്ട് കോൺഗ്രസ് നേതൃത്വം രാഹുൽ മാങ്കൂട്ടത്തിന് ഈ തരത്തിൽ നിർദ്ദേശം നൽകിയോ എന്ന കാര്യമാണ് അറിയേണ്ടത്. അത് ഔദ്യോഗികമായി കോൺഗ്രസ് നേതൃത്വം സ്ഥിരീകരിക്കില്ല. കാരണം പാർട്ടിയുമായി രാഹുൽ മാങ്കൂട്ടത്തിന് ബന്ധമില്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ കീഴടങ്ങണോ എന്ന് തീരുമാനിക്കേണ്ടത് രാഹുൽ തന്നെയാണ്. രാഹുൽ രാജിവെക്കണോ എന്ന് തീരുമാനിക്കേണ്ടത് രാഹുൽ തന്നെയാണെന്ന് നേതൃത്വം പറയുന്നുണ്ട്. ഏതായാലും സമ്മർദ്ദമുണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കോടതി ഇപ്പോഴും പ്രവർത്തിക്കുന്നു. കോടതി അവിടെ മജിസ്ട്രേറ്റ് ഉൾപ്പെടെ ജുഡീഷ്യൽ ഓഫീസർമാർ തുടരുന്നു എന്ന സൂചനകൾ കൂടി ലഭിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ രാഹുൽ മാങ്കൂട്ടം SITയുടെ വലയിലാണെന്നതിൻ്റെ സൂചനയായി തന്നെ കണക്കാക്കേണ്ടി വരും. അങ്ങനെയെങ്കിൽ എപ്പോഴായിരിക്കും ഹോസ്ദുർഗ് കോടതിയിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിലുമായി ഈ പോലീസ് സംഘം എത്തുക എന്നത് പ്രധാനമാണ്. ഇപ്പോഴും പോലീസ് സംഘം സ്ഥിരീകരിക്കുന്നില്ല. വലിയ രഞ്ജിത്ത് കൂടി നമുക്കൊപ്പം ചേരുകയാണ്. രഞ്ജിത്ത്, രാഷ്ട്രീയമായ പിന്തുണ കുറഞ്ഞു വരുന്നു. ഇനി ഓടിയിട്ട് കാര്യമില്ല എന്ന് കരുതി ഓട്ടം അവസാനിപ്പിച്ചോ? രാഹുൽ മാങ്കൂട്ടത്തിൽ വലയിലാക്കിയോ SIT? സുജിയ, രാഹുലിന് മുന്നിലുണ്ടായിരുന്ന രണ്ട് പ്രധാനപ്പെട്ട ഓപ്ഷൻസിൽ ഒന്ന് രാഹുൽ തിരഞ്ഞെടുത്തതാകാം, അല്ലെങ്കിൽ രാഹുലിനെ പോലീസ് വലയിലാക്കിയതാകാം എന്നുള്ളതാണ്. അതായത് രാഹുലിന് മുന്നിൽ ഇപ്പോൾ തുടരുന്ന രീതിയിൽ തന്നെ ഒളിവിൽ തുടർന്നുകൊണ്ട്, സുരക്ഷിതമായ താവളത്തിലാണെങ്കിൽ ഒളിവിൽ തുടർന്നുകൊണ്ട് ഹൈക്കോടതിയെ സമീപിച്ച് ജാമ്യത്തിന് വേണ്ടി ശ്രമിക്കാമായിരുന്നു. അത് ഒന്നാമത്തെ ഓപ്ഷൻ. രണ്ട്, കോടതിയിൽ നേരിട്ട് വന്ന് ഹാജരായി അവിടെ കീഴടങ്ങുക എന്നുള്ളതാണ്. പോലീസിന് നേരത്തെ വിവരം കൊടുക്കുകയോ കൊടുക്കാതിരിക്കുകയോ ചെയ്യാം. മൂന്നാമത്, അത് നിവർത്തികേട് കൊണ്ട് പോലീസിന്റെ പിടിയിലാകുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന സൂചന അനുസരിച്ച് രാഹുൽ പോലീസിന്റെ പിടിയിലായി, SITയുടെ പിടിയിലായി എന്നുള്ളതാണ്. കാരണം സുരക്ഷിതമായ
വിമാനത്താവളത്തിലായിരുന്നു എങ്കിൽ രാഹുൽ ഹൈക്കോടതിയെ സമീപിച്ച് ഹൈക്കോടതിയുടെ കൂടി പരിഗണനയ്ക്ക് കാത്തു നിൽക്കുമായിരുന്നു. അങ്ങനെ കാത്തു നിൽക്കാതെ ഇപ്പോൾ ഈ ഹൊസ്ദുർഗിലെ കോടതിയിലേക്ക്, മജിസ്ട്രേറ്റ് കോടതിയിലേക്ക് രാഹുൽ എത്തുന്നുവെങ്കിൽ അത് SITയുടെ പിടിയിലായി, അറസ്റ്റിലായി എത്തുന്നതാണ് എന്ന് വേണം നമ്മുടെ നിഗമനത്തിൽ എത്താൻ. മംഗലാപുരത്തിനടുത്ത് പുത്തൂരിൽ രാഹുൽ ഉണ്ടായിരുന്നു എന്നുള്ള വിവരം രാവിലെ തൊട്ടുണ്ടായിരുന്നു. പുത്തൂരിൽ വെച്ചാണ് രാഹുൽ അറസ്റ്റിലായതെങ്കിൽ ഇനിയും മണിക്കൂറുകൾ കാത്തിരിക്കേണ്ടി വരും രാഹുൽ ഹൊസ്ദുർഗ് കോടതിയിലേക്ക് എത്തുന്നത്, രാഹുലിനെ എത്തിക്കാനുള്ള സമയം. ഏതായാലും ഹൊസ്ദുർഗ് കോടതിയിൽ രാഹുൽ എത്തും എന്നുള്ള സൂചന നമുക്ക് ലഭ്യമാവുന്നത് കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പാണ്. ഹൊസ്ദുർഗ് കോടതിക്ക് മുമ്പിലുള്ള പോലീസിന്റെ പ്രൊട്ടക്ഷൻ വർദ്ധിപ്പിക്കുകയും കോടതി വളപ്പിൽ പോലീസുകൾ തമ്പടിക്കുകയും ജുഡീഷ്യൽ ഓഫീസർമാർ കോടതിയിൽ തന്നെ തുടരുകയും ചെയ്തതോടുകൂടിയാണ് ഈ ഒരു കാര്യത്തിൽ നമുക്ക് സംശയം വർദ്ധിച്ചത്. അതിനുശേഷം ഇപ്പോൾ SITയിൽ നിന്നും അതുമായി ബന്ധപ്പെട്ട വൃത്തങ്ങളിൽ നമുക്ക് ലഭ്യമാവുന്ന വിവരമനുസരിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ SITയുടെ വലയിൽ ആയി എന്നുള്ള വിവരം തന്നെയാണ് നമുക്ക് ലഭ്യമാവുന്നത്. അത് എവിടെ വെച്ചാണ് രാഹുലിനെ SIT സംഘം അറസ്റ്റ് ചെയ്തത്? SITയുടെ നിരീക്ഷണത്തിൽ തന്നെ രാഹുൽ രാവിലെ തൊട്ട് ഉണ്ടായിരുന്നു. കോടതിയുടെ വിധി, അതായത് രാഹുലിന് ജാമ്യം ലഭിക്കുമോ എന്നുള്ള വിധിക്ക് വേണ്ടി SIT കാത്തിരിക്കുകയായിരുന്നു. തുടങ്ങി ഒട്ടനവധി വിവരങ്ങൾ നമുക്ക് ഇനിയും സ്ഥിരീകരിക്കേണ്ടതുണ്ട്. ഏതായാലും കർണാടകയിലാണ് രാഹുൽ ഉണ്ടായിരുന്നതെന്നും കർണാടകയുടെ അതിർത്തി, കേരള കർണാടക അതിർത്തിയിൽ അതൊരുപക്ഷെ തോൽപ്പെട്ടി ഭാഗത്താവാം, അല്ലെങ്കിൽ ഗുണ്ടൽപേട്ട് ഭാഗത്താവാം, അല്ലെങ്കിൽ ഈ സുള്ളിയ ഭാഗത്താവാം എന്നൊക്കെ നമുക്ക് രാവിലെ തൊട്ട് തന്നെ ചില അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു. ആ അഭ്യൂഹങ്ങൾ ബലപ്പെടുത്തുന്ന രീതിയിൽ, സ്ഥിരീകരിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ മംഗലാപുരത്തിനടുത്ത് അതിർത്തിയിലുള്ള ഹൊസ്ദുർഗ് കോടതിയിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തെ എത്തിക്കുന്നു എന്നുള്ള വിവരം നമുക്ക് ലഭ്യമാകുന്നത്.